മുഖ്യമന്ത്രി ചർച്ചകൾക്ക് പിന്നാലെ KPCC അധ്യക്ഷ സ്ഥാനത്തിനായും നേതാക്കളുടെ അവകാശവാദം. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുമായി കൊടിക്കുന്നിൽ സുരേഷ് MP കൂടിക്കാഴ്ച നടത്തി. അധ്യക്ഷ സ്ഥാനത്തേക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടാകുമെന്നും അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് 24-നോട് പറഞ്ഞു. സണ്ണി ജോസഫ് മന്ത്രിയാകുന്നതോടെ ഒഴിവ് വരുന്ന KPCC അധ്യക്ഷ സ്ഥാനത്തിനായി നീക്കങ്ങൾ ഊർജിതമാക്കി നേതാക്കൾ. ഡൽഹിയിൽ മല്ലികാർജുൻ ഖർഗെയുടെ വസതിയിലെത്തിയാണ് കൊടിക്കുന്നിൽ സുരേഷ് MP കൂടിക്കാഴ്ച നടത്തിയത്. 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടു. പലതവണ മാറ്റി നിർത്തപ്പെട്ടുവെന്നും മുതിർന്ന നേതാവ് എന്ന നിലയിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് താൻ അർഹനാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് ഖർഗെയെ അറിയിച്ചു. കേരളത്തിലെ 16 സംവരണ സീറ്റുകളിൽ 11ലും UDF വിജയം നേടിയത് വലിയ നേട്ടമാണെന്ന് ചൂണ്ടിക്കാട്ടി. അധ്യക്ഷ സ്ഥാനത്തേക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടാകുമെന്നും അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതാണെന്നും 24-നോട് കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രതികരണം. ആര് KPCC അധ്യക്ഷനാകണം എന്ന് തീരുമാനിക്കുന്നത് പാർട്ടി നേതൃത്വമാണ്, ഹൈക്കമാൻഡാണ്. ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ചർച്ചകൾ ആരംഭിക്കുന്ന സമയത്ത് തീർച്ചയായും പാർട്ടി നേതൃത്വം, അതായത് AICC നേതൃത്വം അല്ലെങ്കിൽ ഹൈക്കമാൻഡ് എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടായിരിക്കും. അധ്യക്ഷ സ്ഥാനത്തേക്ക് ബെന്നി ബെഹ്റാൻ എത്തിയേക്കുമെന്ന സൂചനകൾക്കിടെയാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ അവകാശവാദം. അതേസമയം ഷാഫി പറമ്പിലിനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.